സാത്താനെ തലയെ തകർക്കുവാൻ ഏറ്റവും എളുപ്പമുള്ള ഒരു ആയുധമാണ് ഫാസ്റ്റിംഗ് എന്ന് പറയുന്നത്. യേശു കർത്താവ് മത്തായി എഴുതിയ സുവിശേഷം 6-ാം അധ്യായം അതിൻ്റെ 16-ാമത്തെ വചനം മുതൽ വായിക്കുമ്പോൾ ഫാസ്റ്റിങ്ങിനെ കുറിച്ച് പറയുന്നു. നിങ്ങൾ ഉപവസിക്കുമ്പോൾ കപട ഭക്തിക്കാരെ പോലെ ആകരുത്. വിശ്വാസ ജീവിതത്തിൽ യേശു കർത്താവ് ഏറ്റവും അധികം വെറുക്കുന്നത് കപട ഭക്തി. അത് പ്രാർത്ഥനയിലായാലും വിശ്വാസത്തിലായാലും ഉപവാസത്തിലായാലും ആരാധനയിലായാലും ഈ ഏതു മേഖലയിലും നമുക്ക് അഭിനയിക്കാൻ പറ്റും. ഹിപ്പോക്രസി ദൈവം വെറുക്കുന്നു. അതുകൊണ്ട് പരീശന്മാരെ നോക്കി വിളിച്ചു, വെള്ള പൂശിയ ശവക്കല്ലറകളെ. അതുപോലെ ഉപവാസത്തിലും ദൈവം പറയുന്നു, കപടഭക്തി കാണിക്കരുത്. ഉപവാസത്തിൽ മനുഷ്യർ കാണിക്കേണ്ടതിന് നിങ്ങൾ ഉപവസിക്കരുത്. ദൈവത്തിന് നിങ്ങളുടെ മുഖം വിളങ്ങേണ്ടത് ദൈവത്തിൻ്റെ മുൻപിൽ മനുഷ്യരെ കാണിക്കുവാൻ ഉപവാസ സമയത്ത് നിങ്ങൾ മുഖം വിരൂപമാക്കി വെക്കരുത്. രഹസ്യത്തിൽ കടന്ന് ഇൻഡിവിജ്വൽ ഫാസ്റ്റിങ്ങിനെ പറ്റിയാണ് ഞാൻ സംസാരിക്കുന്നത്, കമ്പൈൻഡ് അല്ല. രഹസ്യത്തിൽ ദൈവത്തോട് നിങ്ങൾ ദൈവവുമായിട്ടുള്ള ബന്ധത്തിൽ ഉപവാസം ആചരിക്കുവാനായിട്ട് യേശു കർത്താവ് സുവിശേഷത്തിലൂടെ നിങ്ങളെ എൻകറേജ് ചെയ്യുന്നു. ഒരു വിശ്വാസ ജീവിതത്തിൽ ഒരു ദൈവം ആഗ്രഹിക്കുന്നത് ഒരു വിശ്വാസി ദൈവവുമായിട്ട് ഏകഭാവം ഉള്ളവരാകണം. ഇതാണ് ആത്യന്തികമായി ദൈവം ആഗ്രഹിക്കുന്നത്. നമ്മൾ പലപ്പോഴും ദൈവവുമായിട്ട് ഒത്തിരി അകലെയാണ്. നമുക്ക് കുറച്ച് അഭിഷേകമൊക്കെ ഉണ്ട്, 4-5 കൃപാവരങ്ങളൊക്കെ ഉണ്ട്, കുറച്ച് അന്യഭാഷയൊക്കെ ഉണ്ട്, എല്ലാം ശരിയാണ്. പക്ഷേ ജീവിതത്തിൻ്റെ മെജോറിറ്റി ഒരു 24 hours എടുത്താൽ 1 മണിക്കൂർ പോലും നമ്മൾ ദൈവവുമായിട്ട് ഏകഭാവത്തിൽ ആയിരിക്കത്തില്ല. നമ്മളിൽ ഒത്തിരി ജഡത്തിൻ്റെതായ ചിന്തകൾ നമ്മളെ ഭരിച്ചുകൊണ്ടിരിക്കും. മക്കളെക്കുറിച്ചുള്ളതോ ആരോഗ്യത്തെക്കുറിച്ചുള്ളതോ ജോലിയെക്കുറിച്ചുള്ളതോ നാളെക്കുറിച്ചുള്ളതോ ഒത്തിരി ജഡചിന്തകൾ, നമ്മളെ ഇഷ്ടങ്ങൾ, ഇതൊക്കെ നമ്മളെ ഭരിച്ചുകൊണ്ടേയിരിക്കും. ഒരു മനുഷ്യൻ അങ്ങനെയാണ്. പക്ഷേ ദൈവം ആഗ്രഹിക്കുന്നത് ദൈവവുമായിട്ട് ഏകഭാവം ഉള്ളവരാവണം. വചനം പറയുന്നു, റോമാലേഖനം പറയുന്നു, വണ്ണസ്, കർത്താവുമായിട്ട് വണ്ണസിൽ നിങ്ങൾ പോകണം, ഏകഭാവത്തിൽ. പക്ഷെ നമുക്കത് സാധിക്കുന്നില്ല. ദൈവവുമായിട്ട് ഏകഭാവത്തിൽ പോകുവാനുള്ള ഏറ്റവും നല്ല ഒരു വഴിയാണ് ഫാസ്റ്റിംഗ്, ഉപവാസം എന്ന് പറയുന്നത്. ദൈവവുമായിട്ട് ഏകഭാവത്തിൽ പോകണമെങ്കിൽ ജഡത്തെ കൊല്ലണം. അതിനുള്ള ഏറ്റവും നല്ല ഉപാധിയാണ് ഫാസ്റ്റിംഗ് എന്ന് പറയുന്നത്.